എന്തായാലും ഒരു സുന്ദരമായ യാത്രയുടെ പര്യവസാനമാണ്. വളരെ ഹാപ്പിയാണ് കേട്ടോ. മാനസികമായി നമ്മൾ ഇത്രയേറെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായി. വാക്കുകളൊന്നും കിട്ടുന്നില്ല സത്യം. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയിൽ നിന്ന് ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ലാവണത്തിലേക്കുള്ള മടക്കമാണ്. ഒരുപാട് സന്തോഷം. 1964 ഡിസംബർ 22 രാത്രി ധനുഷ്കോടി അന്ന് പതിവ് പോലെ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. കടലിൻ്റെ നേരിയ ഇരമ്പൽ മാത്രം. എന്നാൽ അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ ആ ശാന്തത തകർത്ത് ഭയാനകമായ ഒരപശബ്ദം ഉയർന്നു. അത് വളരെ വലിയ കാറ്റായിരുന്നു. സാധാരണ കാറ്റേയല്ല, ഒരു ഭൂതത്തെപ്പോലെ അലറിയെത്തുന്ന 280 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റ്. കറുത്ത ആകാശം ഭൂമിയെ വിഴുങ്ങാനായി താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ. ജനലുകൾ തകർത്തു, വാതിലുകൾ ഇളകി മാറി. ആളുകൾ ഉറക്കത്തിൽ ഞെട്ടിയുണർന്നു. പക്ഷേ രക്ഷപ്പെടാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. ഭീതിയുടെ ആ രാത്രിയിൽ പാമ്പൻ പാലത്തിലൂടെ ധനുഷ്കോടിയിലേക്ക് വരികയായിരുന്ന 800A എന്ന പാസഞ്ചർ ട്രെയിൻ. യാത്രക്കാരെല്ലാം പതിയെ മയക്കത്തിലായിരുന്നു. പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും ആകുന്നതിന് മുമ്പ് ലോകം അവസാനിച്ചതുപോലെയുള്ള ഒരു ശബ്ദം. 23 അടി ഉയരമുള്ള ഭീമാകാരമായ തിരമാലകൾ ഇരുളിൻ്റെ മറവിൽ നിന്ന് ട്രെയിനിന് കുറുകെ പാഞ്ഞു വന്നു. ട്രെയിൻ ഒന്നാകെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞു. എൻജിൻ ഡ്രൈവർ ഉൾപ്പെടെ 150-ലധികം മനുഷ്യർ. അവർക്ക് ഒരവസരം പോലും കിട്ടിയില്ല. ഇരുളിൽ, കൊടും തണുപ്പിൽ ആഴക്കടലിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ അവരുടെ അവസാനത്തെ നിലവിളികൾ കാറ്റിൽ അലിഞ്ഞുപോയി. ഏർവാടിയും വാൽനോക്കവും കഴിഞ്ഞാണ് നമ്മൾ രാമേശ്വരത്തെത്തുന്നത് കേട്ടോ. അപ്പോൾ രാമേശ്വരം ബിരിയാണി ഒന്ന് രുചിക്കാമെന്നാണ് കരുതുന്നത്. ഈ രാമേശ്വരത്ത് എത്തുന്ന ആളുകളൊക്കെ ക്ഷേത്ര ദർശനത്തിന് ശേഷം തീർച്ചയായിട്ടും അവിടുത്തെ തനത് രുചികളൊക്കെ രുചിക്കാനായി പുറപ്പെടും. അപ്പം സൗത്ത് ഇന്ത്യൻ മസാലകളുടെ ചൂടും തിളക്കവുമൊക്കെ ഭംഗിയായിട്ട് പ്ലേറ്റിലാക്കി തരുന്ന നല്ല നാടൻ രാമേശ്വരത്തിൻ്റെ നാടൻ രുചി. അപ്പോൾ അടിപൊളിയാണ്. അതൊക്കെ രുചിച്ച് നമ്മൾ കാഴ്ചകളിലേക്ക് കിടക്കുകയാണ്. ഇനി നമ്മൾ രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്കുള്ള ആ യാത്ര തുടരുകയാണ്. യാത്രയിലെല്ലാം കേട്ടറിഞ്ഞ ധനുഷ്കോടിയുടെ ആ ഒരു ഭീതിതമായ കഥകളാണ് മനസ്സിലിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത്. ഒരു നിമിഷത്തെ കോപത്തിൽ ഭൂമിയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയ ധനുഷ്കോടി എന്ന നഗരത്തിലാണ്, അല്ലെങ്കിൽ അവിടേക്കാണ് ഞാൻ കടന്നു ചെല്ലാൻ പോകുന്നത്. 1964 ആ ഭീകരമായ ചുഴലിക്കാറ്റിൽ തകർന്നു പോയ മനുഷ്യനിർമ്മിതികളുടെ പ്രേതതുല്യമായ അവശിഷ്ടങ്ങൾ. അപ്പോൾ എല്ലാം പെട്ടെന്ന് കാണാനുള്ള ആ ഒരു ജിജ്ഞാസയിൽ ഞാനങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിവിടെ മൂന്നാമതൊരു പുതിയ പാലം കൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു. പഴയ പാമ്പൻ പാലത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിസ്മയം. 1914 നിർമ്മിച്ച കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഷെർസർ റോളിംഗ് ലിഫ്റ്റ് സംവിധാനം പ്രത്യേകം തയ്യാറാക്കിയ നിർമ്മിതി. കപ്പലുകൾക്ക് കടന്നു പോകാൻ പാലം തിരശ്ചീനമായി തുറന്നിരുന്നു. 1964 അർദ്ധരാത്രി 1:30 മുതൽ 2:30 വരെയുള്ള സമയം ആ പട്ടണത്തിൽ ആളുകൾ ഭയന്ന് കെട്ടിടങ്ങളിൽ അഭയം തേടാൻ ശ്രമിച്ചു. എന്നാൽ കടൽ അവിടെ അവരുടെ പിറകെ തന്നെ ഓടിയെത്തി. ഭ്രാന്തു പിടിച്ച തിരമാലകൾ തെരുവിലൂടെ പായുന്ന നായയെപ്പോലെ ഓടിക്കയറി. കട്ടിയുള്ള കടൽ ഭിത്തികൾ എല്ലാം തന്നെ ചീട്ടുകൊട്ടാരം പോലെ നിലം പൊത്തി. വൈദ്യുതി നിലച്ചു. ചുറ്റും കൂരിരുട്ട്. ആ ഇരുട്ടിൽ വീടുകൾ തകരുകയും ഭയം പൂണ്ട മനുഷ്യർ കടലിൻ്റെ ചുഴലിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഭീതിജനകമായ കാഴ്ചകൾ. മരത്തടികളും കല്ലുകളും മനുഷ്യ ശരീരങ്ങളും പരസ്പരം കൂട്ടിയിടിച്ച് ഒഴുകി നടന്നു. ആരും ആരെയും രക്ഷിക്കാനുണ്ടായിരുന്നില്ല. ആ രാത്രിയിൽ ധനുഷ്കോടിയിലെ ഓരോ ശബ്ദവും ഒടുവിൽ കടലിൻ്റെ അലർച്ചയിൽ അവസാനിച്ചു. പുലർച്ചെ സൂര്യനുദിച്ചപ്പോൾ ധനുഷ്കോടി എന്നൊരു നഗരം അവിടെ ഉണ്ടായിരുന്നേയില്ല. അവിടെ അവശേഷിച്ചത് കടലെടുത്ത മനുഷ്യരുടെ ചോരയുടെ ഗന്ധവും തകർന്ന കെട്ടിടങ്ങളുടെ പ്രേതതുല്യമായ അവശിഷ്ടങ്ങളും മാത്രമായിരുന്നു. 1800-ലധികം പേർ ആ രാത്രിയിൽ കടലിൽ ലയിച്ചു. ധനുഷ്കോടിയിലെ ആ രാത്രി കടലിനോട് മല്ലിട്ട് തോറ്റുപോയ മനുഷ്യൻ്റെ ഭയത്തിൻ്റെ ഒരു കറുത്ത അധ്യായമായി ഇന്നും ഈ മണലിൽ ഉറങ്ങുന്നു.
ആ ഒരു ദുരന്തത്തോടുകൂടി റെയിൽവേ പാളങ്ങളും കെട്ടിടങ്ങളും നഗരത്തിൻ്റെ പ്രതാപവുമെല്ലാം കടലെടുത്തു കഴിഞ്ഞിരുന്നു. ഈ പ്രദേശം വാസയോഗ്യമല്ലെന്ന് അന്നത്തെ മദ്രാസ് സർക്കാർ പ്രഖ്യാപിച്ചു. അങ്ങനെ ചരിത്രവും ഓർമ്മകളും പേറി ധനുഷ്കോടി ഇന്ന് ഒരു പ്രേത നഗരമായി നിലകൊള്ളുന്നു. തിരമാലകൾക്കിടയിൽ ഇന്നും കാണുന്ന തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ ദാരുണമായ കഥ നമ്മളോട് മന്ത്രിക്കുന്നു. സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കേൾക്കാനാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സൈബീരിയൻ കൊക്കുകളാണല്ലോ, ആയിരക്കണക്കിന് സൈബീരിയൻ കൊക്കുകൾ ഇവിടെ താവളമടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും അവരെത്തുന്ന ഒരു മേഖലയാണ് ഇതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് നമ്മൾ സൂം ചെയ്യാനൊന്നും കഴിയുന്നില്ല. നമുക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങളെ കാണിക്കുന്നു. ആ വെള്ള രൂപത്തിൽ കാണുന്നതാണ് സൈബീരിയൻ കൊക്കുകളുടെ വലിയ കൂട്ടം. അപ്പോൾ ആയിരക്കണക്കിന് സൈബീരിയൻ കൊക്കുകൾ എല്ലാ വർഷവും ധനുഷ്കോടിയുടെ കടലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പൊയ്മുഖത്ത് അവർ കൂട്ടമായി തമ്പടിക്കുന്നു. പിന്നെ അവരുടെ ലാവണങ്ങളിലേക്ക് തിരിച്ചു പറക്കുന്നു. ധനുഷ്കോടി എന്ന പ്രേത നഗരം അത് എന്ത് സംഭവിച്ചു? 1964 എത്ര തന്നെ നല്ല അല്ലെങ്കിൽ വളരെ നല്ല രൂപത്തിൽ ആഢ്യത്വത്തോടുകൂടി ചരിത്ര പ്രാധാന്യത്തോടുകൂടി നിലനിന്നിരുന്ന അല്ലെങ്കിൽ കുറേ ഇതിഹാസ മിത്തുകളുടെയൊക്കെ ഒരു അടിസ്ഥാനമായി നിലനിന്നിരുന്ന ധനുഷ്കോടി അർദ്ധരാത്രിയിൽ ഒന്നുമല്ലാതായിത്തീരുന്ന വളരെ ഭയാനകവും ദുഃഖകരവുമായ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ ഒരു ഭൂപ്രദേശം മാറിപ്പോവുക എന്നുള്ളത് ശാസ്ത്രകാരന്മാരും അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി പഠനം നടത്തുന്നവരൊക്കെ പറയുന്നത് ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖല, ഈ ഒരു ഉൾക്കടലിൻ്റെ ഈ ഒരു മേഖലയിൽ തുടർച്ചയായി മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ പൊതുവെ കടലിന് അടിയിലുണ്ടാകുന്ന സുനാമി പോലുള്ള പ്രതിഭാസങ്ങളും ഇതിനൊക്കെ കാരണമായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രി കൊണ്ട് 5000-ഓളം വരുന്ന ഒരു ജനസമൂഹം ഒന്നാകെ തുടച്ചു നീക്കപ്പെടുകയും അതുവരെ ധനുഷ്കോടി വരെ ഉണ്ടായിരുന്ന ഒരു മീറ്റർ ഗേജ് പാത, അതിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിനെ മുഴുവനായി കടലിലേക്ക് വലിച്ചെറിയുകയും അതിലുണ്ടായിരുന്ന 1500-ഓളം ആളുകൾ മൃതിയടയുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ദുഃഖകരമായ അവസ്ഥ. എന്ത് തന്നെയായാലും അതൊക്കെ റിക്കവർ ചെയ്തുകൊണ്ട് ധനുഷ്കോടി മുന്നോട്ട് വരുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് കാണുന്നത്. കാരണം സഞ്ചാരികളുടെ വളരെ വലിയ ഒരു സഹകരണവും വളരെ വലിയൊരു സപ്പോർട്ടും ധനുഷ്കോടിക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ഹിന്ദുക്കളുടെ കാശി യാത്രയുടെ അത്രത്തോളം പ്രാധാന്യം അല്ലെങ്കിൽ കാശി യാത്ര പൂർണ്ണമാകുന്നത് രാമേശ്വര സ്നാനത്തിലൂടെയാണ് എന്ന വിശ്വാസവും ഹിന്ദുക്കൾക്കിടയിൽ വ്യാപകമാണ്. അങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായും ഒക്കെ ഒരേ സമയം താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ഭൂവിഭാഗമാണ് രാമേശ്വരവും ധനുഷ്കോടിയും എല്ലാം തന്നെ. തദ്ദേശീയരായ പലരോടും നമുക്ക് നമ്മുടെ യാത്രക്കിടയിൽ സംസാരിക്കാനായി. കാരണം അവർക്കൊക്കെ ധനുഷ്കോടിയെ പറ്റി പറയാൻ 100 നാവാണ്. രാമേശ്വരത്തേക്കാൾ പ്രാധാന്യമുള്ള ഒരു ഭൂവിഭാഗമാണ് ഇവിടെ ധനുഷ്കോടി എന്നാണ് തദ്ദേശീയരായ എല്ലാ ജാതി മതത്തിലും പലതരത്തിലും மேலே உள்ளவன் கீழே வரணும், கீழே உள்ளவன் மேலே வரணும், பெரிய விஷயமே கிடையாது. എല്ലാം ഒറ്റ ദിനത്തില് എല്ലാം മുടിഞ്ഞു പോച്ചു. നൈറ്റിൽ വേല முடிஞ்சு. நல்லா ஆலோசிச்சு നോക്ക്. സത്യം സത്യം. അവിടെ ഇരുന്നത് എന്ത് വസതി വായ്പ ഇല്ലാமல் எந்த வழியும் இல்லாமல் ആൾക്കാർ കടലിൽ പോയി മീൻ പിടിച്ചാലേ അത് വിറ്റാലേ അത് ആഹാരം പറ്റുള്ളൂ. ഇങ്ങനെ അങ്ങനെയല്ല, ഇതൊരു ബിസിനസ് ഏരിയയാണ്, വലിയ ബിസിനസ് ഏരിയ. തുറമുഖം മറ്റത് മറിച്ചത് എല്ലാം ഇരിക്കില്ല. പിന്നെ அவ்வளவு தவிடுபடியாகி இப்போ ஒரு சில இடத்துல எல்லாம் வந்துட்டு கூட போயிடும் ரிட்டர்ன். அந்த இடம் இருக்கு, இங்கே அந்த இடம் கூட இல்லை, எல்லாம் மாஞ்சே போச்சு, மறைஞ்சு போச்சு. இப்போ வெறும் கோடு தானே கிடக்கு. இப்போ அப்படியே அப்புறமா அப்புறம் அப்படி அப்படியே இந்த வழி அதில் உள்ள வழி அம்சங்கள் அப்படி இங்கே வந்து இருக்க கொள்ள அப்படி அப்படியே வீடு வாசலில் போட கொள்ள என்ன നമുക്ക് ഇനമേ കടലിൽ പോയി നമ്മൾ പോണ എന്നാ ഇരുപ്പം. 1964 ചുഴലിക്കാറ്റിന് മുൻപ് ധനുഷ്കോടി ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, കസ്റ്റംസ് ഓഫീസുകൾ, ആശുപത്രി, സ്കൂള്, ഹോട്ടലുകൾ എന്നിവയും ശ്രീലങ്കയിലേക്ക് കപ്പൽ സർവീസും എല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് റെയിൽവേ സ്റ്റേഷനും തുറമുഖവും തന്നെയായിരുന്നു. 1964 ദുരന്തം വിഴുങ്ങിപ്പോയ ഒരു നഗരത്തിൻ്റെ ശേഷിപ്പുകളിലൂടെയുള്ള യാത്ര
കേവലം ഇതൊരു കാഴ്ച മാത്രമായിരുന്നില്ല. തിരമാലകളുടെ താളത്തിൽ ആ പഴയ പള്ളിയുടെയും റെയിൽവേ സ്റ്റേഷൻ്റെയും ചുവരുകൾ നമ്മോട് പലതും പറയുന്നുണ്ട്. ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അലർച്ചയും മറുവശത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെ ശാന്തതയും അനുഭവിക്കുമ്പോൾ ധനുഷ്കോടിയുടെ ആ ഓർമ്മകൾ നൽകുന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരപൂർവമായ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ആ ചരിത്രത്തിൻ്റെ ചൂടും ഇവിടുത്തെ തണുത്ത കാറ്റും മനസ്സിൽ എന്നും മായാതെ നിൽക്കും. തിരക്കിട്ട ജീവിതത്തിൽ നിന്നൊരൽപ്പം മാറി ഒരു ദേശത്തിൻ്റെ അവസാനത്തെ തുമ്പിൽ വന്നെത്തിയ ഈ നിമിഷങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പ്രേതനഗരം എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും ധനുഷ്കോടി എനിക്ക് നൽകിയത് വല്ലാത്തൊരു ശാന്തതയാണ്. പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്രയുടെ ആവേശവും അരിച്ചൽ മുനയിലെ സംഗമസ്ഥാനത്തു നിന്നുള്ള കടൽ കാഴ്ചയും എന്നെ ഞാനറിയാതെ മാറ്റിയെടുത്തു. ഒരു യാത്രാനുഭവം എന്നതിലുപരി ഇതൊരു ആത്മീയമായ അനുഭവം കൂടിയായിരുന്നു. എന്തായാലും അരിച്ചൽ മുനയിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താനായില്ല. കാരണം 6 മണിക്ക് അവിടം ക്ലോസ് ചെയ്യുമായിരുന്നു. പോലീസുകാരൊക്കെ കാവലുണ്ട് കേട്ടോ. അവരെല്ലാവരെയും 6 മണിക്ക് മുൻപ് തന്നെ അവിടെ നിന്ന് പറഞ്ഞുവിടും. ഇവിടെ യാത്ര അവസാനിക്കുന്നില്ല. രാമേശ്വരത്തിൻ്റെ പുണ്യഭൂമിയിൽ നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള ഈ തീർത്ഥയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു എന്ന് പറയുന്നു മാത്രം. ഭൂതകാലത്തിൻ്റെ മുറിപ്പാടുകൾ പേറുന്ന ഈ തീരവും രാമസേതുവിൻ്റെ ഐതിഹ്യവും ഈ കാഴ്ചകളും ഓരോ യാത്രികനും അനുഭവിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ധനുഷ്കോടി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ യാത്രയിൽ എന്തെല്ലാം കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ രാവിലെ തന്നെ പുറപ്പെടുകയാണെങ്കിൽ മാത്രമായിരിക്കും രാമേശ്വരവും അതേപോലെ തന്നെ ധനുഷ്കോടിയുടെ വിവിധ ഭാഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണാനാവുക. എന്തായാലും നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാമെങ്കിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ധനുഷ്കോടി പുനർനിർമ്മിക്കാത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ ഭൂമിശാസ്ത്രപരവും ഭരണപരവുമായ തീരുമാനങ്ങളായിരുന്നു. വാസയോഗ്യമല്ലാത്ത പ്രദേശമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ധനുഷ്കോടി. ഈ പ്രഖ്യാപനത്തോടെ ധനുഷ്കോടിയിൽ ഒരു വലിയ ജനവാസ കേന്ദ്രം നിലനിർത്തുന്നതിനോ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ സർക്കാർ ശ്രമങ്ങളും അവസാനിപ്പിക്കുകയായിരുന്നു. ഭൂമിശാസ്ത്രപരമായ ദുർബലത തന്നെയായിരുന്നു ഇതിൻ്റെ പിന്നിൽ. പാമ്പൻ ദ്വീപിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു വളരെ താഴ്ന്ന മണൽ മുനമ്പ്, ഈ ഭൂമിശാസ്ത്രപരമായ ഘടന അതിനെ ദുർബലമാക്കുന്ന ഒരു പ്രത്യേകത തന്നെയായിരുന്നു. എപ്പോഴും കടൽക്ഷോഭത്തിനും ചുഴലിക്കൊടുങ്കാറ്റിനുമെല്ലാം സാധ്യതയുള്ള സ്ഥലം. ഇനി ഒരിക്കലും ധനുഷ്കോടി ഒരു പക്ഷേ പഴയ നിലയിൽ പുനഃസ്ഥാപിക്കപ്പെടില്ലായിരിക്കാം.